പോളിമോർഫിസം ഇൻ C++ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് പോളിമോർഫിസം, വിർച്വൽ ഫങ്ഷൻ. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് പഠിക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു OS വെർഷൻ 1110, G++ കമ്പൈലർ വെർഷൻ 461. ആദ്യം നമുക്ക് പോളിമോർഫിസം എന്താണെന്ന് നോക്കാം. വിവിധ അവസ്ഥയിലേക്ക് മാറാനുള്ള കഴിവാണ് പോളിമോർഫിസം. ഒരേ ഫങ്ഷനെ പല വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇനി നമുക്ക് വിർച്വൽ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു ക്ലാസ്സിന്റെ മെമ്പർ ഫങ്ഷനെയാണ് വിർച്വൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഇതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഓവർറൈഡിങ് ചെയ്യുന്നു. വിർച്വൽ എന്ന കീവേർഡ് ഉപയോഗിച്ചാണ് ഇത് ഡിക്ലയർ ചെയ്യുന്നത്. ഒരു വിർച്വൽ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ റൺ ടൈമിലാണ് അത് റിസോൾവ് ചെയ്യുന്നത്. വിർച്വൽ ഫങ്ഷൻസിന് ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള കോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഫയലിന്റെ പേര് virtual.cpp. ഈ പ്രോഗ്രാമിൽ റെക്ടാങ്ങിൾ, പാരലലോഗ്രാം, ട്രയാങ്ങിൾ എന്നിവയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു. IOStream എന്നത് ഒരു ഹെഡർ ഫയലാണ്. ഇവിടെ നാം എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു. പാരലലോഗ്രാം എന്നത് നമ്മുടെ ഒരു ക്ലാസ് ആണ്. ഇതാണ് ബേസ് ക്ലാസ്. നമ്മൾ ഇവിടെ ഇന്റിജർ ആയി ഡിക്ലയർ ചെയ്ത വേരിയബിൾസ് ആണ് വിഡ്ത്, ഹൈറ്റ്, AR. ഇത് പ്രൊട്ടക്റ്റഡ് ആയി ഡിക്ലയർ ചെയ്തിരിക്കുന്നു. പബ്ലിക്ക് ആയി ഡിക്ലയർ ചെയ്ത ഒരു ഫങ്ഷൻ ആണ് setValues. ഇവിടെ നമ്മൾ A, B എന്നീ രണ്ട് ആർഗുമെന്റ്സ് കൊടുക്കുന്നു. പബ്ലിക്ക് മെമ്പേഴ്സിനെ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഏരിയ എന്ന വിർച്വൽ ഫങ്ഷൻ. ഇവിടെ നമ്മൾ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. നമുക്ക് റെക്ടാങ്ങിൾ എന്ന ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ് ആയ പാരലലോഗ്രാമിന്റെ എല്ലാ സവിശേഷതകളും ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏരിയ എന്ന ഫങ്ഷൻ ഓവർറൈഡ് ചെയ്യുന്നു. റെക്ടാങ്ങിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ട്രയാങ്ങിൾ എന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ഇതും ബേസ് ക്ലാസ് ആയ പാരലലോഗ്രാമിന്റെ എല്ലാ സവിശേഷതകളും ഇൻഹെറിറ്റ് ചെയ്യുന്നു. വീണ്ടും ഏരിയ എന്ന ഫങ്ഷൻ ഓവർറൈഡ് ചെയ്യുന്നു. ട്രയാങ്ങിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇവിടെ നമ്മൾ പാരലലോഗ്രാം എന്ന ക്ലാസ്സിന് P എന്നൊരു ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നു. പാരലൽ എന്നൊരു പോയിന്റർ ഇവിടെ നിർമ്മിക്കുന്നു. ഇത് പാരലലോഗ്രാം എന്ന ക്ലാസ്സിന്റെ പോയിന്റർ ആണ്. ഇതിനെ ബേസ് പോയിന്റർ എന്ന് പറയുന്നു. ബേസ് ക്ലാസ്സിന്റെ പോയിന്റർ ഉപയോഗിച്ച് ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് പോയിന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റെക്ടാങ്ങിൾ, ട്രയാങ്ങിൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നു. പാരലൽ Pയുടെ അഡ്രസിലേക്ക് കൊടുക്കുന്നു. ആർഗുമെന്റ്സ് ആയി 3ഉം 2ഉം കൊടുക്കുന്നു. ഏരിയ എന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. ഇവിടെ പാരലൽ rectന്റെ അഡ്രസിലേക്ക് കൊടുത്തിരിക്കുന്നു. റെക്ടാങ്ങിൾ എന്ന ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണ് റെക്ട്. വീണ്ടും നമ്മൾ 4, 5 എന്ന രണ്ട് ആർഗുമെന്റ്സ് കൊടുക്കുന്നു. ഏരിയ എന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. പാരലൽ ട്രയാങ്ങിളിന്റെ അഡ്രസിലേക്ക് കൊടുക്കുന്നു. ടിആർജിഎൽ ഇത് ട്രയാങ്ങിൾ എന്ന ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ആർഗുമെന്റ്സ് ആയി 6, 5 എന്നിവ കൊടുക്കുന്നു. ഏരിയ എന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. ഇത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ കീബോർഡിൽ ഒരേ സമയത്ത് Ctrl, Alt, T കീകൾ അമർത്തി ടെർമിനൽ വിൻഡോ തുറക്കുക. കമ്പൈൽ ചെയ്യാൻ G++ സ്പേസ് virtual.cpp സ്പേസ് -o സ്പേസ് vir എന്ന് എഴുതുക. എന്റർ അമർത്തുക. .vir എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏരിയ ഓഫ് പാരലലോഗ്രാം ഈസ് 6, ഏരിയ ഓഫ് റെക്ടാങ്ങിൾ ഈസ് 20, ഏരിയ ഓഫ് ട്രയാങ്ങിൾ ഈസ് 15. നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പോളിമോർഫിസം, വിർച്വൽ ഫങ്ഷൻ, ഉദാഹരണം വിർച്വൽ ഇന്റ് ഏരിയ. നിങ്ങൾ ചെയ്യേണ്ടത് റെക്ടാങ്ങിൾ, സ്ക്വയർ, ട്രയാങ്ങിൾ എന്നിവയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്ററിനെ വിർച്വൽ ഫങ്ഷൻ ആയി നിർമ്മിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു.
നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ജെയിൻ ജോസഫ്. ഞാൻ ദേവി സേനൻ, IIT ബോംബേ. നന്ദി.